to class 11 physics. This is class number 118. Standing waves or tertiary waves in a string for HSC, CBSE and IC students. Chapter 15 waves continued. ഇപ്പോൾ നിശ്ചല തരംഗം എന്നുള്ള ടോപ്പിക്കാണ് പറയുന്നത്. ഒരു സ്ട്രിങ്ങിൽ നിശ്ചല തരംഗം ഈ സ്റ്റേഷണറി വേവ്സ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഫ്രീക്വൻസി എന്താണ്, ഫ്രീക്വൻസി റേഷ്യോ എന്താണ്, അതാണ് പറയുന്നത്. കൺസിഡർ എ സ്ട്രെച്ചഡ് വയർ ഓഫ് ലെങ്ത് എൽ, ടെൻഷൻ ടി ആൻഡ് ദ ലീനിയർ ഡെൻസിറ്റി സ്മോൾ ആം. ലെറ്റ് ഇറ്റ് വൈബ്രേറ്റ് ആസ് എ സിംഗിൾ ലൂപ്പ് ആസ് ഇൻ ഫിഗർ. ഒരു സ്ട്രെച്ചഡ് വയർ വലിച്ചു കിട്ടിയ ഒരു ചരട് വിചാരിക്കുക. അതിൻ്റെ നീളം എല്ലാണ്, ടെൻഷൻ ടി ആണ്, ലീനിയർ ഡെൻസിറ്റി മാസ് പെർ യൂണിറ്റ് ലെങ്ത് എം ആണ് എന്ന് കരുതുക. അത് ഈ പടത്തിൽ കാണിക്കുന്നത് പോലെ ഒരു സിംഗിൾ ലൂപ്പായിട്ട് വൈബ്രേറ്റ് ചെയ്യുകയാണ്. ഇതാണ് പടം. അപ്പോൾ എൻ സിംഗിൾ ലൂപ്പായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രിങ്ങാണ് കാണിച്ചിരിക്കുന്നത്. എൻ നോഡാണ്, ഇടയ്ക്ക് ഒരു ആൻറ്റി നോഡുണ്ട്, മൊത്തം നീളം എല്ലാണ്. ആ മൊത്തം നീളത്തെ നമ്മൾ ലാംഡ 1/2 അല്ലെങ്കിൽ ലാംഡ/2 എന്ന് പറയാം. കാരണം രണ്ട് നോഡ് തമ്മിലുള്ള അകലം ഒരു സ്റ്റേഷണറി വേവിൽ ലാംഡ/2 ആണ്. ഇത് ഫസ്റ്റ് ഹാർമോണിക് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ആയതുകൊണ്ട്, അടിസ്ഥാന ഫ്രീക്വൻസി ആയതുകൊണ്ട് നമ്മൾ ഇതിനെ ലാംഡ 1/2 ഡിസ്റ്റൻസ് എന്ന് പറയും. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയാണ് ഇവിടെ ഉണ്ടാകുന്നത്. രണ്ട് നോഡിനിടയ്ക്ക് ഒരു ആൻറ്റി നോഡ്. അതാണ് സ്ട്രിങ്ങിൻ്റെ വൈബ്രേഷൻ്റെ ആ ഫോം കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പഠിച്ച ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുകയാണ്. ദ സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്സ് ഇൻ എ സ്ട്രിങ് v √T/m നമ്മൾ പഠിച്ചതാണ്. അതായത് ടി ടെൻഷൻ, എം ലീനിയർ ഡെൻസിറ്റി ആണെങ്കിൽ ഒരു ചരടിൽ, വലിച്ചു കിട്ടിയ ചരടിൽ ഈ സൗണ്ടിൻ്റെ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വെലോസിറ്റി √T/m ആണ്. വേർ ടി ഇസ് ദ ടെൻഷൻ ആൻഡ് എം ഈസ് ദി മാസ് പെർ യൂണിറ്റ് ലെങ്ത്. ഒരു ചരടിൽ വേവ് പോകുമ്പോൾ, ട്രാൻസ്വേഴ്സ് വേവ് പോകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കാണുന്ന ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. If lambda be the wavelength of waves produced in the wire, then frequency of tone produced, frequency of tone, ഉണ്ടാകുന്ന ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി n is v by lambda, that is 1 by lambda into √T/m. ടിയുടെ ബിയുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് ടി ആൻഡ് എം നമ്മൾ കൊടുക്കുകയാണ്. ഇനി ഫണ്ടമെൻ്റൽ ടോൺ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയും. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി അതിൻ്റെ ചിത്രമാണ് നമ്മൾ ആദ്യം കണ്ടത് തന്നെയാണ് ചിത്രം. അത് വീണ്ടും കാണിക്കുന്നുണ്ട് ഇവിടെ ചിത്രം. ഇതാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്കിത് പറയാം. എന്താണ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി, ഫണ്ടമെൻ്റൽ ടോൺ? ഇഫ് ദ വയർ ഈസ് പ്ലഗ്ഡ് ഇൻ ദ മിഡിൽ, ദ വയർ ബിഗിൻസ് ടു വൈബ്രേറ്റ് ഇൻ എ സിംഗിൾ സെഗ്മെൻറ്റ്. ഒരു സിംഗിൾ സെഗ്മെൻ്റ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്യും, നമ്മൾ ആ പടത്തിൽ കണ്ടതുപോലെ. ആസ് ദ പോയിൻ്റ് ഓഫ് പ്ലക്കിംഗ്, at the point of plucking, node is formed while node is formed node is formed at each clamped end. Thus in the situation, node n are formed at ends and antinodes a in the middle, antinode a in the middle. In this condition the note emitted has minimum frequency called the fundamental frequency or first harmonic. Fundamental frequency വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ഹാർമോണിക്. As the distance between two notes is half of the wavelength, therefore if lambda 1 is the wavelength of waves produced, then L is equal lambda 1/2 or lambda 1 is 12. ഇതാണ് ഈ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി, ഫണ്ടമെൻ്റൽ ടോൺ, ഫസ്റ്റ് ഓവർടോണിൻ്റെ ഡയഗ്രാം. ആ ഫസ്റ്റ് ഹാർമോണിക്കിൻ്റെ ഡയഗ്രാം ഓവർടോൺസ് കഴിഞ്ഞാൽ വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഫ്രീക്വൻസി, ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ ആ ചിത്രമാണ് ഈ ടോപ്പിൽ കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ചിത്രം. ഇഫ് n1 ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ഫണ്ടമെൻ്റൽ നോട്ട്, ദെൻ n1 is v by lambda 1, that is v by 12, 1/12 √T/m. അപ്പോൾ n1നെ നമുക്ക് എന്നു വിളിച്ചാൽ അതാണ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. ഇനി എന്താണ് ഓവർടോൺ? ഓവർടോണിൻ്റെ ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓവർടോൺ ഫസ്റ്റ് ഓവർടോണാണ് രണ്ടാമത്തെ പടം, സെക്കൻഡ് ഓവർടോണാണ് മൂന്നാമത്തെ പടം. ഓവർടോണുകളെ നമ്മൾ ഹാർമോണിക് എന്നും പറയും. അപ്പോൾ ഈ ഫണ്ടമെൻ്റലിൻ്റെ ഫസ്റ്റ് ഹാർമോണിക് എന്നാണ് പറയുന്നത്. ഈ ഫസ്റ്റ് ഓവർടോണിനെ സെക്കൻഡ് ഹാർമോണിക് എന്ന് പറയും, സെക്കൻഡ് ഓവർടോണിനെ തേർഡ് ഹാർമോണിക് എന്ന് പറയും. ഹാർമോണിക് പറയുമ്പോൾ ഒരെണ്ണം കൂട്ടി പറയണം. നമുക്ക് ഈ മൂന്ന് പടം നോക്കുക. ഒന്നാമത്തെ ഫണ്ടമെൻ്റൽ, രണ്ടാമത്തത് ഫസ്റ്റ് ഓവർടോൺ, മൂന്നാമത്തത് സെക്കൻഡ് ഓവർടോൺ. അത് നമ്മൾ
ഹാർമോണിക്ക് പറഞ്ഞാൽ ഒന്നാമത്തെ ഫസ്റ്റ് ഹാർമോണിക്ക്, രണ്ടാമത്തെ സെക്കൻഡ് ഹാർമോണിക്ക്, മൂന്നാമത്തെ തേർഡ് ഹാർമോണിക്ക്. തേർഡ് ഹാർമോണിക് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓവർ ടോൺ ആണ് എന്ന് ഓർക്കുക. ഓവർ ടോൺസ് എന്താണ് ഈ ഓവർ ടോൺ എന്ന് പറയുന്നത്? The string may be vibrated into a number of loops. If we touch the middle point of a string by a feather and plucked it at one-fourth of its length from an end, then the wire, see the figure, wire vibrates in two segments. രണ്ടാമത്തെ പടം in two segments. അത് ഫിഗർ ബി എന്നാണ് എൻ്റെ പേര്, അവിടെ നമ്മൾ പേര് കാണിച്ചിട്ടില്ല. in two segments with the nodes n at ends and middle point, which while antinodes between the nodes. In this condition, the note produced in the wire is called first overtone, or it is second harmonic. If lambda 2 be the wavelength of vibration produced in the wire, then L is lambda 2 by 2 plus lambda by 2. കാരണം അവിടെ രണ്ട് നോക്കുക, തൊട്ടടുത്ത രണ്ട് നോഡിനിടക്കുള്ള അകലം, രണ്ടാമത്തെ പടത്തിൽ തൊട്ടടുത്ത രണ്ട് നോഡിനിടക്കുള്ള ലാംഡ ബൈ 2 ആണ്. അപ്പോൾ ലാംഡ ബൈ 2 പ്ലസ് ലാംഡ ബൈ 2. അവിടെ വേവ് ലെങ്ത് ലാംഡ 2 എന്ന് എടുക്കണം, കാരണം ഒന്നാമത്തത് ലാംഡ 1 ആണ് നമ്മൾ എടുത്തത്. L is lambda 2 by 2 plus lambda by 2 by 2. That is lambda 2. Therefore, frequency first overtone. It is also called second harmonic. N2 is V by lambda 2. That is V by L. Because lambda 2 is L. അതിൻ്റെ താഴെയും മുകളിലും 2 കൊണ്ട് ഗുണിച്ചിട്ട് നമ്മൾ 2 into V by 12 എന്ന് പറയും. എന്താണ് V by 12? V by 12 we have seen as N1. Therefore, 2 into 1 by 12 root of T by M, that is 2N1. 2N1 we can write. N2 is 2N1. At this frequency, as this frequency is twice that of the fundamental, hence the first overtone produced in the string is its second harmonic. First overtone second harmonic എന്ന് പറയും. Similarly, if we plug the string at 1/6 of its length, then the string vibrates in 3 segments. Figure C, മൂന്നാമത്തെ പടം. In this case, the note produced is called second overtone or third harmonic. If L3 be the wavelength of vibration produced, then L is equal to അവിടെ 3 ലൂപ്പ് വരുമ്പോൾ നമുക്ക് ലാംഡ 3/2 പ്ലസ് ലാംഡ 3/2 പ്ലസ് ലാംഡ 3/2. ആ സെക്കൻഡ് ഓവർട്ടോണിന് തേർഡ് ഹാർമോണിക്കിന് 3 ലൂപ്പാണ് ഫോം ചെയ്യുന്നത്. ഒരു ലൂപ്പിൻ്റെ അകലമാണ് ലാംഡ 3/2. അങ്ങനെ 3 ലൂപ്പുള്ളപ്പോൾ 3 times ലാംഡ 3/2 അതാണ് എഴുതുന്നത്. That is 3 lambda 3/2. Cross multiplying lambda 3 is 2 by 3L. Therefore, frequency of second overtone N2 is B by lambda 2. B by 2L by 3. 3 into V by 2L. Put the value of B. That is 3 into 1 by 2 in the root of T by M. That is 3N1. That is, in this condition, the frequency is 3 times that of the fundamental. Therefore, the second overtone of the string is third harmonic. അപ്പോൾ അതാണ് നമുക്ക് ഈ സെക്കൻഡ് ഓവർടോണിൻ്റെ 3N1 ആണ് സെക്കൻഡ് ഓവർടോണിൻ്റെ ഫ്രീക്വൻസി. അതിനെ നമ്മൾ തേർഡ് ഹാർമോണിക് എന്ന് പറയും. N1നെ ഫസ്റ്റ് ഹാർമോണിക് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയും. Similarly, if the string is made to vibrate in
5, etc. Segments and still higher overtones may be produced. In general, if the string vibrates in P segments, then the frequency of vibrations of string NP is P by 2L into root of T by M, where P we can write as 1, 2, 3, 4, etc. This is the P minus 1th overtone or the pth harmonic of the string. Clearly, the frequency N1 of the fundamental tone is related to that overtones as follows. N1 is 2, N2 is 2, N3 is 2, N4 is 2, etc. is N1 is 2, 2N1 is 2, 2 N1 is 2, 2N1 is 2, 3N1 is 2, 4N1 is 2, N1 cancels. Therefore, 1 is 2, 2 is 2, 3 is 2, 4, etc. These frequencies form a harmonic series. Therefore, these tones are also called harmonics. Clearly, a string stretched at both the ends produces all even and odd harmonics. ഇപ്പോൾ ഒരു സ്ട്രിങ് അതിൻ്റെ രണ്ടറ്റവും നമ്മൾ കിട്ടിയിരുന്നാൽ അത് എല്ലാ ഹാർമോണിക്സും ഉള്ള സൗണ്ട് ഉണ്ടാക്കും, നോട്ട്സ് ഉണ്ടാക്കും. നോട്ട്സ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്. ഷോ ദാറ്റ് ഇൻ എ സ്ട്രെച്ചഡ് സ്ട്രിങ് ദ frequency of the fundamental and overtones are in the ratio 1:2:3 etc. അപ്പോൾ അത് മൊത്തം എഴുതേണ്ടി വരും. Number 2, distinguish between overtone and harmonic. You look here, fundamental frequency is called first overtone. First overtone is called second harmonic. Third overtone, second overtone is called third harmonic, etc. We have to say. Number 3, draw the shape of stationary waveform in a stretched string when it vibrates in second overtone. Second overtone എന്നാൽ തേർഡ് ഹാർമോണിക്കാണ്. തേർഡ് ഹാർമോണിക്കിൻ്റെ സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൻ്റെ സ്റ്റാൻഡിങ് വേവ് ചിത്രം ഈ കാണുന്ന ചിത്രമാണ്. ഒരു സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൽ തേർഡ് ഹാർമോണിക്ക് നോട്ട് ഉണ്ടാകുമ്പോൾ അവിടെയുള്ള സ്റ്റേഷണറി വേവ് പാറ്റേണാണ് കാണിക്കുന്നത്. നേരെ മറിച്ച് സെക്കൻഡ് ഹാർമോണിക് ആണെങ്കിൽ അതിൽ ജസ്റ്റ് മുകളിൽ കാണുന്ന പടം. That is solved with your 118th class on class 11 physics. Thank you very much.